നമസ്കാരം. ഇന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ സന്തോഷമുള്ള ദിവസമാണ്. അതിൻ്റെ കാരണം കാണുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമാവും. കൂടെ വലിച്ചു നീട്ടുന്നില്ല. കാരണം വേറൊന്നുമല്ല, ഞങ്ങൾക്ക് യൂട്യൂബിൻ്റെ പ്ലേ ബട്ടൺ കിട്ടിയ ദിവസമാണ്. ഇത് കിട്ടിയിട്ട് ഒരു മാസമായി. എല്ലാവരും പല തിരക്കിലായിരുന്നു. ഉദയൻ ചേട്ടൻ സിനിമയുമായി ബന്ധപ്പെട്ട് തിരക്കിലായിരുന്നു. രഞ്ജിത്ത് രമ്യയും പല വർക്കുകളിലായിരുന്നു. പിന്നെ മീനൂട്ടി ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാനും കന്നഡ സിനിമയുമായി ബന്ധപ്പെട്ട് ഞാനും തിരക്കിലായിരുന്നു. അപ്പോൾ ഇത് നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ്. കാരണം നിങ്ങളെല്ലാവരും ഞങ്ങൾ പ്രോഗ്രാം കണ്ടതുകൊണ്ടും പ്രോത്സാഹിപ്പിച്ചതുകൊണ്ടും മാത്രമാണ് ഈ ഒരു പ്ലേ ബട്ടൺ ഞങ്ങൾക്ക് കൈ കിട്ടാൻ കാരണം. ഇപ്പോൾ 1,20,000 സബ്സ്ക്രൈബേഴ്സ് യൂട്യൂബിലുണ്ട്, 2.5 ലക്ഷം ഫോളോവേഴ്സ് ഫേസ്ബുക്കിലുമുണ്ട്. അപ്പോൾ നിങ്ങളാണ് ഇത് തന്നത്. ഈ ഒരു അവാർഡ് ഞാൻ കിട്ടാൻ കാരണം നിങ്ങൾ പ്രേക്ഷകരാണ്. അപ്പോൾ ഇത് അൺബോക്സ് ചെയ്യാം, എന്നിട്ട് ബാക്കിയെല്ലാവരും പരിചയപ്പെടുത്താം. ഓക്കെ, വാ. അപ്പോൾ ഇത് അൺബോക്സ് ചെയ്യുകയാണ്. കണ്ടോ കണ്ടോ, ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയ യൂട്യൂബ് അവാർഡ്. വാ, ഇങ്ങോട്ട് വാ. കണ്ടോ, ഷോർട്സ് ആൻഡ് ഫ്രെയിംസിന്റെ ഷോർട്സ് ആൻഡ് ഫ്രെയിംസിന്റെ പേരിൽ യൂട്യൂബിൽ നിന്ന് കിട്ടിയ അവാർഡാണ് ഇത്. ഞങ്ങൾക്ക് ഏറ്റവും വലിയ അവാർഡാണ്. കാരണം അത്രയ്ക്കും കഷ്ടപ്പെട്ട് 2 വർഷം ഞങ്ങൾ എല്ലാവരും, ഞാൻ മാത്രമല്ല കൂടെ നിൽക്കുന്ന എല്ലാവരും, ഇവരൊക്കെ, രമ്യ, മീനുട്ടി, രഞ്ജിത്ത്, ഉദയൻ ചേട്ടൻ, ഇവരെല്ലാവരും നിഷ എല്ലാവരും ഒരേപോലെ എൻ്റെ കൂടെ നിന്ന് കഷ്ടപ്പെട്ട് കിട്ടിയതാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളതാണ്. എനിക്ക് മാത്രമല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളതാണ്. പിന്നെ ഇതിന്റെ ഇത് തുടങ്ങാനുള്ള കാരണക്കാരിത് ഇങ്ങോട്ട് കാണിക്കണം. ഇത് 2 പേരുമാണ്, മീനുട്ടിയും അമ്മയുമാണ് തുടങ്ങാൻ കാരണക്കാർ. പിന്നെ ഇതുപോലെ രഞ്ജിത്ത്, ഇങ്ങോട്ട് നോക്ക്, കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന ആൾക്കാർ, ഉദയൻ ചേട്ടൻ, രഞ്ജിത്ത്, ഇങ്ങോട്ട് വാ, രമ്യ, നിഷ, കണ്ടോ, ഇവരുടെ കട്ടയ്ക്ക് സപ്പോർട്ട് കൊണ്ട് മാത്രം കിട്ടിയതാണ്. ഇത് ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയതല്ല കേട്ടോ. അപ്പോ എനിക്കിത് പറയാനുള്ളത്, ഈ അവാർഡ് ഞാൻ ഇവർക്ക് എല്ലാവർക്കും സമർപ്പിക്കുകയാണ്. ഇത് കിട്ടിയ എന്റെ കയ്യിലാണെങ്കിലും ഇത് ഇരിക്കേണ്ട കൈകൾ ഇവര് 5 പേരാണ്. നിഷ, രമ്യ, മീനുട്ടി, ഉദയൻ ചേട്ടൻ, രഞ്ജിത്ത്, ഇവർ 5 പേരുമാണ്. ഇവർക്ക് ഇങ്ങോട്ട് വാ, ഇരിക്കും. ഉണ്ടോ? അത് മാത്രമല്ല, ഈ ചാനൽ തുടങ്ങാൻ എന്നെ സാമ്പത്തികമായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തൊരു വ്യക്തിയുണ്ട്, മീനുട്ടി അമ്മ, സിന്ധു ടീച്ചർ. ടീച്ചർ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഈ യൂട്യൂബ് തുടങ്ങുകയില്ല, ഇവിടെ വരെ എത്തുകയില്ല, ഈ അവാർഡിന്റെ കയ്യിൽ കിട്ടുകയില്ല കേട്ടോ. അപ്പോ എല്ലാവരും കൂടി സഹകരിച്ചാണ് നമുക്ക് ഈ അവാർഡ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഞാനിത് പ്രേക്ഷകർക്ക് കൂടി സമർപ്പിക്കുകയാണ് കേട്ടോ. ഇനി വേറൊരു ചടങ്ങ് കൂടിയുണ്ട്. ഞാൻ എൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് എൻ്റെ ഒരു സ്നേഹോപഹാരം, ഒരു പൊന്നാട അണിയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യമായിട്ട് ഞങ്ങളെ അച്ഛവേഷങ്ങൾ ചെയ്യുന്ന ഞങ്ങളുടെ കുടുംബത്തിലെ ഉദയൻ ചേട്ടനാണ്. വാ, ഇനി വാ, അടുത്ത ആള് വാ, രഞ്ജിത്ത്. ഇത് രഞ്ജിത്തിനാണ്. ഇനി രമ്യ വാ. ഇനി രമ്യ വന്നിട്ട് ഇപ്പൊ 2 വർഷമായില്ലേ? 2 വർഷമായി രമ്യ വരാൻ തുടങ്ങിയിട്ട്. അന്നും ഇന്ന് രമ്യ ഞങ്ങളുടെ കൂടെയുണ്ട്. രഞ്ജിത്ത് ഇപ്പൊ എത്രയായി? 1 വർഷമായില്ല, 1.5 വർഷമായി രഞ്ജിത്ത് വന്നിട്ട്. ഉദയഞ്ചേട്ടന് ശേഷം 1 വർഷമായി. പിന്നെ ഇതില് മീനുട്ടിയാണ് ഏറ്റവും ഫസ്റ്റ് തുടങ്ങി ഉള്ള ആള്. ഇത് തുടങ്ങാൻ കാരണക്കാരി അവളാണ്. അപ്പൊ രമ്യക്ക്
അതൊക്കെ പറയുന്നതില് വാ നിഷ. നിഷ ഇംഗ്ലീഷ് ടീച്ചറാണ്. സ്കൂളിലെ സെന്റ് മേരീസ് എവിടെ മാവലിക്കൽ ടീച്ചറാണ്. നിഷയും നമ്മളിലേക്ക് വന്നിട്ട് ഇപ്പൊ ഒരു വർഷമായി നിഷയം വന്നിട്ട് കൂടെ നന്നായിട്ട് സഹകരിച്ച് പോകുന്ന ഒരാളാണ് നിഷ. സ്കൂള് ഇല്ലാത്ത ദിവസം എപ്പോൾ വിളിച്ചാലും നിഷ അഭിനയിക്കാൻ വന്നിരിക്കും. നിഷയ്ക്കും എന്റെ സ്നേഹോപഹാരം. ഇനി വാ അടുത്ത താരം വാ. ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയാനില്ല, എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പൊ കൂടുതലൊന്നും പറയുന്നില്ല. ഇത് ഇന്ന് ബാംഗ്ലൂർ പോകാൻ നിൽക്കുക എല്ലാവരും. പിന്നെ ഇവരെ ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ടുണ്ട്. ഇവിടെ ഫ്രണ്ട്സ് ഇവിടെ നമ്മളെ ഭരണിക്കാവ് അമ്പലത്തിൽ പഞ്ചദേവ വാത്മീകം എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഏറ്റവും ഫസ്റ്റ് അവിടെയാണ് അവർ ഡാൻസ് കളിച്ചത്. അവരൊരു പ്രൊഡക്ഷനാണ്, അവരുണ്ടാക്കിയ ഒരു കലാസൃഷ്ടിയാണ്. പിന്നെ അത് വിജയകരമായിട്ട് ഭരണിക്കാവ് ദേവീക്ഷേത്രത്തിൽ അത് നടന്നു. ഇനിയിപ്പോൾ അടുത്തത് ഈ വരുന്ന ഒക്ടോബർ 7-ാം തീയതി മൂകാംബിക കൊല്ലൂര് മൂകാംബികയിലാണ് നടക്കുന്നത്. അപ്പോൾ അവർക്ക് എല്ലാവരും ആശംസകൾ ഞാൻ നേരുകയാണ് എല്ലാവർക്കും കേട്ടോ. അപ്പൊ പൊന്നാട എന്റെ മോൾക്ക് അപ്പൊ ഇനി സന്തോഷമായി എല്ലാവർക്കും ഇല്ലേ? നിങ്ങൾ സന്തോഷമല്ലേ കണ്ടപ്പോ? കാരണം ഇത് എല്ലാവർക്കും കിട്ടുന്ന ഒന്നുമല്ല. ആ യൂട്യൂബിന്റെ ആ സർട്ടിഫിക്കറ്റിൽ എഴുതിയിട്ടുണ്ട്, ഇത് എല്ലാവർക്കും കിട്ടുന്ന ഒന്നുമല്ല. കാരണം അത്രയ്ക്കും ഞങ്ങളെല്ലാവരും ഒന്നിച്ചു നിന്ന് നേടിയ ഒരു അവാർഡാണ് യൂട്യൂബ് അവാർഡ്. അത് ഈ പ്ലേ ബട്ടൺ. അപ്പോൾ ആ സന്തോഷം പങ്കുവച്ചാൽ പിന്നെ കാണിക്കാൻ കുറച്ച് പേരുണ്ട്, ഞാൻ കാണിക്കാം. ഇത് നമ്മുടെ അമ്മ. ഈ അമ്മയുടെ വീട്ടിലാണ് നമ്മൾ മിക്കപ്പോഴും ഷൂട്ട് ചെയ്യുന്നത്. ഹേമലത എന്നാണ് അമ്മയുടെ പേര്. ഞങ്ങൾ മണിയമ്മൂമ്മ എന്ന് വിളിക്കും. പിന്നെ നമ്മുടെ മീനുട്ടിയുടെ ഗ്രാൻഡ് മദർ ആണ് കേട്ടോ. പിന്നെ ഇത് നിഷയുടെ അമ്മ. ദേവത്തെ വിളിച്ചിരിക്കുന്നു നിഷയുടെ മകൻ. അവൻ അഭിനയിച്ചിട്ടുണ്ട് നമ്മളെ കയ്യിൽ. പിന്നെ അതെ നിഷ, രമ്യ, നമ്മളെ ഗൗരിമോള്, പിന്നെ ടീച്ചറ് മീനുട്ടി. പിന്നെ നിൽക്കുന്നു വരുത്തി വിളിച്ച് നിൽക്കുക അവള്. മീനുട്ടി ചേച്ചിയാണ്. അക്ഷയ എന്നാണ് പേര്. ഇവളാണ് നമ്മുടെ ചാനല് ഫസ്റ്റ് നമ്മുടെ ചാനലിന് വേണ്ടിയിട്ട് പേരും കാര്യങ്ങളൊക്കെ കൈവെക്കുന്ന ആള് കേട്ടോ. ഇവളാണ് തുടങ്ങി തന്നത്. പിന്നെ രഞ്ജിത്തിനെയും ഉദയൻ ചേട്ടനെയും പിന്നെ പിന്നെ ഉണ്ണിക്കുട്ടൻ ആ പുറകില്. ഉണ്ണിക്കുട്ടൻ പലപ്പോഴും ക്യാമറ ചെയ്തിട്ടുണ്ട് നമ്മളെ ഇതിൽ ഷോർട്ട് ഫിലിമില്. പിന്നെ അതെ രമ്യനെയും കൃഷ്ണനെയൊക്കെ അറിയാലോ. പിന്നെ അതെ ബാംഗ്ലൂരിൽ നിന്ന് വന്ന അത് അവള് പരിചയപ്പെടുത്തും. പറയും നന്ദന ആർ, രക്ഷിത് എസ്, സ്കന്ദിഷ്, ദാമോദരൻ, ജീവ, പിന്നെ ഇത് പ്രത്യേകം പറയുകയാണെങ്കിൽ ഇത് മീനുട്ടിയുടെ വീടാണ് കേട്ടോ. മീനുട്ടിയുടെ സ്വന്തം വീടാണത്. നമ്മള് ഷൂട്ട് ചെയ്യുന്നത് മീനുട്ട നമ്മുടെ വീട്ടിലാണ്. പിന്നെ അതേ ഗൗരിമോള്, ഇവള് പലപ്പോഴും ലൈറ്റുകളായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അപ്പോ എന്താ പറയാ, അപ്പൊ എല്ലാവർക്കും ഒരുപാട് സന്തോഷം. അധികം പഠിച്ചു നിൽക്കുന്നില്ല ഈ വീഡിയോ. ഇനിയും ഒരുപാട് വെറൈറ്റി ഷോർട്ട് ഫിലിമുമായിട്ട് ഞങ്ങളുടെ ടീം നിങ്ങൾ മുമ്പിലേക്ക് വരുന്നതാണ്. ഞങ്ങളെ എപ്പോഴും കൂടുതലുള്ള ടീമാണിത്. ഇനിയിപ്പോൾ പുറത്തുനിന്ന് വേറെ കുറച്ച് പേര് വരാനുണ്ട്. പക്ഷെ ആരൊക്കെ വന്നാലും പോയാലും ഈ കാണുന്നവരെല്ലാവരും എന്നും ഇതിലുണ്ടാവും. പിന്നെ ഒരു സന്തോഷം അറിയിക്കാനുള്ളത്, നമ്മുടെ ഈ ഷോർട്സ് ആൻഡ് ഫ്രെയിം സിനിമ എന്ന് പറയുന്ന ചാനലിന് രണ്ടാമത് ചാനൽ വരുവാണ്. SFC കന്നഡ എന്നാണ് ചാനലിൻ്റെ പേര്. കാരണം കന്നഡ നമ്മൾ കൂടുതലും ഷോർട്ട് ഫിലിംസ് ഇപ്പോൾ ചെയ്തതും ഇനി ചെയ്യാൻ പോകുന്നതൊക്കെ നമ്മുടെ കന്നഡ SFCയിൽ ആ ചാനൽ വരുന്നതാണ്. അപ്പോൾ ആ ഒരു സന്തോഷം ഞങ്ങൾ അറിയിക്കുകയാണ്. പിന്നെ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമ അതിൻ്റെ പേര് ഞാൻ വെളിപ്പെടുത്താം. ഒരു മാസം കഴിഞ്ഞിട്ടത് നമ്മൾ ചാനലിൽ ഒഫീഷ്യലായിട്ട് നമ്മൾ ആ കന്നഡ സിനിമയുടെ പേര് വരുന്നതായിരിക്കും. സിനിമ ഏകദേശം തീരാറായി. ഇനി അടുത്ത ഷെഡ്യൂളിന് വേണ്ടി ഞാൻ അടുത്ത മാസം പോകും, കന്നഡയിൽ പോകും. അവിടെ പോയിട്ട് ഇനി കോളേജിൽ കുറച്ചും കൂടി ചെയ്യാനുണ്ട്.
അപ്പോൾ അതും കൂടി നമ്മൾ അതിൻ്റെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിലായിരിക്കും വരുന്നത്. അപ്പോൾ ഇവിടം വരെ എത്താൻ ഞങ്ങളെ സഹായിച്ച പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുകയാണ്. പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് വന്ന നമ്മുടെ മക്കൾക്ക് ആശംസകൾ അർപ്പിക്കാനുണ്ട്. പറഞ്ഞു മക്കളെ, വാ വാ പറഞ്ഞു. ഷോർട്സ് ആൻഡ് ഫിലിം സിനിമക്ക് ആശംസകൾ പറഞ്ഞു. അതെ അതെ അതെ, എല്ലാവർക്കും ബാംഗ്ലൂരിന്റെ ആശംസകൾ പറയുകയാണ്. ഷോർട്സ് ആൻഡ് ഫ്രെയിംസിന് ആശംസകളും. അത് നന്ദന പറയാം, നന്ദന മലയാളിയാണ്. എല്ലാവർക്കും ഷോർട്സ് ആൻഡ് ഫ്രെയിംസിന്റെ ആശംസ ഉണ്ടോ? അപ്പൊ എല്ലാവരും ഷോർട്സ് ആൻഡ് ഫ്രെയിംസിന്റെ പേരിൽ ആശംസകൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഓക്കെ, നന്ദി, നമസ്കാരം.